ഹായ് എവരിവൺ, വെൽക്കം ടു ഓട്ടോ പാൻഡസ്. അപ്പോൾ എങ്ങനെയാണ് ഒരപ്പൻ ജർമ്മനിയിൽ കൊച്ചിനെ കുളിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആരും ഇന്നേ വരെ കാണിക്കാത്ത ഒരു വീഡിയോ. കൊച്ചിയുടെ കുളിക്കാൻ പോകാൻ വേണ്ടി റെഡിയായിരിപ്പുണ്ട്. കുളിച്ചിട്ടിപ്പോൾ കുറച്ചധികം ദിവസമായി. കുളിക്കാൻ ഇച്ചിരി മടിയാണ്. ഇങ്ങനെ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് അപ്പടി പൊടിയും അഴുക്കൊക്കെയാണ്. ഉള്ള വഴിക്കോടെ എല്ലാം തുള്ളിച്ചാടി ഓടി നടക്കും. അവസാനം സമയത്ത് കുളിക്കില്ല. അങ്ങനെ നടന്നിട്ട് അവസാനം കാക്കക്കാട്ടവും പൊടിയും ഒക്കെ ആയിട്ട് അലമ്പായിട്ടിരിക്കും അവൻ. അവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. നമുക്ക് പോവാം, കുളിക്കാൻ പോരാ. അങ്ങനെ നമ്മൾ കുളിക്കടവിൽ എത്തിയിരിക്കുകയാണ്. അമോർ കാർ വാഷ് സെൻറ്റർ. കഴിഞ്ഞ കൊല്ലം 8:30 ഇപ്പോൾ 9:30 മുതലാക്കി സ്റ്റാർട്ടിങ്. അതങ്ങ് നല്ല എമൗണ്ട് വരെ പോകും. ഇതുണ്ട് പ്രോഗ്രാം 1, 2, 3, 4, 5, 6. പ്രോഗ്രാം 2 ആക്റ്റീവ് ഷവും എന്താ കുറച്ച് പത കൂടുതലുണ്ട്. 3 അണ്ടർ ബോഡി ഉണ്ട്. 4 ഐസ് വാക്സ് ഉണ്ട്. 5 ഓണേ ഫെൽഗൻ റൈനുവും അലോയി ഇല്ല. 22.5 കംപ്ലീറ്റ് പ്രോഗ്രാം വിത്ത് അലോയി 26.5. ഒയ്യോ, നമുക്കെന്നാൽ പിന്നെ പ്രോഗ്രാം 3 എടുക്കാം. അതായത് ഉണ്ടർ ബോർഡൻ വേഷ 14 യൂറോ. ഹാർട്ടി വെൽക്കം അമോറ. ടേക്ക് കെയർ. എൻജിൻ ഓഫ് ചെയ്യുക, ഗിയർ ന്യൂട്രലിടുക, ഹാൻഡ് ഇടരുത്, സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യരുത്. പുള്ളി ഒഴിച്ചു തുടങ്ങി. ഇപ്പം നമ്മൾ നമ്പർ 3 എന്ന് പറഞ്ഞാൽ അണ്ടർ ബോർഡൻ വാഷയുണ്ട്. അതായത് വണ്ടിയുടെ അടിഭാഗം. ഇതിപ്പോൾ ഇവരിങ്ങനെ വണ്ടിയുടെ മുകളിൽ ചീറ്റിക്കുവാണ്. സോപ്പും പതയൊക്കെ ആയിട്ട് പുള്ളി വണ്ടി ഫുള്ള് അടിച്ചു വിടും. അത് കഴിഞ്ഞാണ് മറ്റേ ഓട്ടോമാറ്റിക് മെഷീൻ്റെ അകത്തോട്ട് കയറ്റി വിടുന്നത്. ബ്രേക്ക് ചെയ്യരുത്, ന്യൂട്രൽ ഇടണമെന്ന് പുള്ളി ഒന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വണ്ടി തന്നെ പതുക്കെ ഉരുണ്ടു തുടങ്ങി. അണ്ടർ ബോർഡൻ വാഷ് ബ്ലിങ്ക് ചെയ്യണമുണ്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സെറ്റിങ്. കുറച്ച് സ്കേറി ആണോന്ന് ചോദിച്ചാൽ സംഭവം കുറച്ച് സ്കേറിയാണ്. അതായത് ഇത് ഫുള്ളി മെഷീൻ്റെ അകത്തോട്ട് നമ്മൾ കയറിപ്പോയത് എന്തെങ്കിലും മൈൻഡ് ഫങ്ഷൻ ഇതിന് വരുമോ, ഇത് പുറത്തിറങ്ങണ വരെ ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. പിന്നെ എല്ലാവരും ചെയ്യുന്നതായതുകൊണ്ട് റയറായിട്ടാണ് ഇതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാറുള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് കയറുക. ഇനി ബാക്കി ആക്ച്വലി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുകയോ ബ്രേക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. എൻജിൻ ഓഫ് ചെയ്തിടുക, ന്യൂട്രലിടുക. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം മെഷീൻ്റെ പരിപാടികളാണ്. ഇതിപ്പോൾ ഫ്രണ്ടിലിപ്പോൾ കാണിച്ച പോലെ ഇങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കാമെന്നുള്ളതേ ഉള്ളൂ. കർത്താവേ കാത്തോളി എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. ഇതുണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ വണ്ടിയുടെ മേളിൽ കൂടെയൊക്കെ ഇതിങ്ങനെ കയറി പൊക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുക, നമ്മളൊന്നും ചെയ്യുന്നില്ല. കുറച്ച് സ്കെയറി പരിപാടിയാണ്. പക്ഷേ സംഭവം പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും കഴുക്ക് കഴിയും. പിന്നെ നമ്മളൊന്ന് തുടച്ച് ഉണക്കിയെടുക്കുക, ഇൻറ്റീരിയറൊക്കെ ഒന്ന് വാക്വം ചെയ്തെടുക്കുക. പിന്നെ ഇപ്പം നമ്മൾ അലോയ് വീല് കൊടുത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഒരു 80% അലോയ് വീല് ക്ലീൻ ആയിട്ടിരിക്കും. ബാക്കി 20% നമ്മൾ മാനുവലായിട്ട് ചെയ്യും. അതായത് അലോയും കൂടെ ഫുൾ ക്ലീനിങ്ങിന് ഒരു 12.5 യൂറോ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമുക്കത് ക്ലീൻ ചെയ്ത് വിടാവുന്നുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഈ അണ്ടർ ബോഡി വാഷ് ഞാൻ അങ്ങനെ എപ്പോഴും സെലക്ട് ചെയ്യുന്നില്ല. ബേസിക്കാണ് റെഗുലർ വാഷിന് ചൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കുറേ നാളായതുകൊണ്ട് അണ്ടർ ബോഡി വാഷും കൂടെ ചെയ്തതാണ്. ഓൾമോസ്റ്റ് നമ്മൾ ആ വലിയ ബ്രഷുകളുടെ ഏരിയ കഴിഞ്ഞു. പുറകിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ക്ലീനിങ്. ഇതെല്ലാം ഇങ്ങനെ ബ്രഷുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പല ലെവല്. അവിടെ സോപ്പിട്ടു, തൂത്തു, ഇനിയിപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകുന്നു. ഈ സെൻസർ ഇങ്ങനെ അടിക്കുന്നുണ്ടോ ചുറ്റുമൊക്കെ പ്രശ്നമാണെന്നും പറഞ്ഞ് നമ്മൾ പിന്നെ ഇത് കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ് എന്നുള്ള രീതിയിൽ അങ്ങ് ഇരിക്കും. ഓൾമോസ്റ്റ് കഴിയാറായി. നമ്മളതിൻ്റെ എൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക.
ഇനി ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സംഭവം വാക്വം ചെയ്യും. അതായത് ഈ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒഴിച്ച വെള്ളം മൊത്തം വണ്ടിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് വാക്വം കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഒരു 70-80% ഡ്രൈ ആവും വണ്ടി. ബാക്കി നമ്മൾ തുടച്ച് ജസ്റ്റ് ഔട്ട് സൈഡ് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വിൻഷീൽഡ് മുഴുവൻ വെള്ളമായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന സംഭവമാണ് വാക്വം. ഒരു സാധനം മുകളിലോട്ട് കയറി പോകണമുണ്ടോ, അതിങ്ങനെ വാക്വം ചെയ്ത് പോവും. അന്നേരം സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഈ വെള്ളം മുകളിലോട്ട് കയറി പോകണമുണ്ടോ, വെള്ളം ഗ്ലാസ്സിൽ നിന്ന് കയറി പോകണം. അത് വാക്വം വലിക്കുന്ന കണ്ടോ. ബേസിക്കലി നമ്മൾ ഓൾമോസ്റ്റ് എൻഡിലെത്തി. നമ്മൾ 14 യൂറോയാണ് അതിന് പേ ചെയ്തത്. അപ്പോൾ അത് ഈ മെഷീൻ്റെ അകത്തോടെ കടന്നു പോകുന്ന ഫുൾ പ്രോഗ്രാം ആണെങ്കിൽ 26.5 യൂറോയാണ് കംപ്ലീറ്റ് പ്രോഗ്രാം വിത്ത് അലോയ് വീൽസ് പറയണേ. ബേസ് പ്രോഗ്രാമിൽ 9.5 യൂറോയ്ക്ക് നമ്മുടെ ബേസിക് കഴുകൽ പരിപാടി നടക്കും. റെഗുലർ കഴുകലിന് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 10-15 മിനിറ്റ് ബാക്കി നമ്മൾ അലോയ് വീലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക, ഡ്രൈ ചെയ്തെടുക്കുക, ഒരു €1 കോയിനിട്ട് വാക്വം ചെയ്യുക. അതാണ് യൂഷ്വലി ചെയ്യുന്ന പരിപാടി. ഇതിപ്പോൾ അവിടെ റെഡ് ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുവാണ്. ആ റെഡ് ഗ്രീനായി മാറും. അന്നേരമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഈ വണ്ടി ഇപ്പോഴും പതുക്കെ ഉരുണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ പുറത്തോട്ട് എത്താറായി. എൻ്റെ പുറകിൽ ഓൾമോസ്റ്റ് വാക്വം ചെയ്ത് തീർന്നു. ഇതിപ്പോൾ സംഭവം നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഗ്രീൻ ആയാൽ വണ്ടി എടുക്കാം. ഗ്രീൻ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വണ്ടി എടുക്കാം. ഇപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. നമ്മൾ പുറത്തിറങ്ങി. ഇത് കണ്ടോ, സ്റ്റൗപ്പ് സോക്കർ, അതായത് വാക്വം ക്ലീനർ €1. ഇനിയിപ്പോൾ നമ്മളത് ചെയ്യാൻ പോവുക. ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അലോയ് ക്ലീൻ ഓപ്ഷൻ എടുത്തില്ലെങ്കിൽ അലോയ് ക്ലീനിങ് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ കുറച്ച് നാളായതുകൊണ്ട് സാധാരണയൊക്കെ കൂടുതൽ ഇതുണ്ട്. അതാണ് ഒരു 12.5 യൂറോ കൂടുതൽ മുടക്കിയാൽ അതും കൂടെ ഉൾപ്പെട്ട ക്ലീനിങ് ചൂസ് ചെയ്യാം. ഞാനൊരു 10 മിനിറ്റ് എക്സ്ട്രാ എടുത്ത് തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വിടും. അണ്ടർ ബോഡി വാഷ് ഇന്ന് ആദ്യം ചെയ്തതാണ്. വെള്ളം ഇരിപ്പുണ്ട്, അതുകൊണ്ട് അടി വാഷ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. കുറച്ച് ചെളിയായിരുന്നു അടിയിലെല്ലാം. ഇതാണ് ഞാൻ വണ്ടിയുടെ അകമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ലൈക്കാർഗോ പ്രീമിയം ഇൻ ആൻഡ് റോം റൈനിഗർ, സിട്രോൺ ആൻഡ് ഡുഫ്റ്റ്, ഒരു ലെമൺ ഫ്ലേവർ, നല്ല ഒരു സ്മെല്ലും ഫ്രഷ് ഫീലിംഗ് ഒക്കെയാണ്. നമ്മുടെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട മൈക്രോ ഫൈബർ ക്ലോത്താണിത്. അപ്പോൾ ഇത് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ജർമ്മനിയിൽ. അപ്പോൾ ഈ ക്ലോത്ത് ആണെങ്കിൽ വേറെ സ്ക്രാച്ചോ വേറെ പ്രശ്നമൊന്നും വരാതെ യൂസ് ചെയ്യാൻ വേണ്ടി മേടിക്കുന്നതാണ്. ഇത് നമ്മൾ നെക്ക് സപ്പോർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ യൂഷ്വൽ സീറ്റിൽ നമുക്കൊരു നെക്കിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് ഫാമിലീസിന് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. കിൻഡർ സീറ്റിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വാട്ടർ ബോട്ടിൽ വെക്കാൻ, പിള്ളേരുടെ ടോയ്സ് വെക്കാൻ, സ്നാക്സ് വെക്കാൻ, അങ്ങനെ കുറേ അധികം സ്റ്റോറേജ്. ഇത്രയും ഇതിൻ്റെ അകത്തുള്ളത്രയും സ്റ്റോറേജ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഭയങ്കര യൂസ്ഫുള്ളൊരു സാധനമാണ് പിള്ളേരുള്ളവർക്ക്. ഇപ്പം നമ്മുടെ ചെറുക്കൻ്റെ കുളി കഴിഞ്ഞു. എൻ്റെ ജർമ്മനിയിൽ സ്ട്രീറ്റ് പാർക്കിംഗ് ചെയ്യുന്നതിൻ്റെ ദൂഷ്യങ്ങളാണ് ഈ കാണുന്നത്. ഏതോ ഒരുത്തൻ റിവേഴ്സ് എടുത്തപ്പോൾ ഇടിച്ച് ഇതുണ്ട്. ഇവിടുത്തെ സെൻസർ ഇടികൊണ്ട് ഉള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് വളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പെയിൻറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ ആരാ എന്താ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇവിടുത്തെ പോലീസ് നല്ല എഫിഷ്യൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ പുറകെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഏതോ ഒരു നല്ല മനസ്സുള്ള ഒരുത്തൻ ഇത് മറ്റേ കീ കൊണ്ടോ എന്തോ പോറിയേക്കുന്ന ഇതുണ്ടോ. ഇതും റോഡ് പാർക്കിങ്ങിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ജർമ്മനിയിലെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ എൻ്റെ റിസൾട്ട്. വണ്ടി കഴിഞ്ഞിട്ടുള്ള എൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട്? അത്യാവശ്യം വെടിപ്പായി. ഇനി
ഇവിടെ മഴ പെയ്യാതിരുന്നിട്ടൊരു മഴ പെയ്യും, ഫുൾ ചെളിവെള്ളമായിരിക്കും. ആ മഴ കഴിഞ്ഞാൽ വണ്ടിയുടെ വെടി തീർന്നു. അല്ലെങ്കിൽ കുറച്ച് നാളിങ്ങനെ നിൽക്കും. മരത്തിൻ്റെ ചോട്ടിലൊന്നും കൊണ്ടുപോയി ഇടായിരുന്നാൽ മതി. അത്യാവശ്യം ഞാൻ കാണിച്ച മെറ്റീരിയൽ വെച്ച് ഇൻറ്റീരിയറും എല്ലാം ചെയ്തു. ഈ മെഷീൻ വെച്ച് നമ്മൾ 1 year ആയിട്ട് വാക്വം ചെയ്തു. അപ്പോൾ ഇൻറ്റീരിയറെല്ലാം ക്ലീനാക്കി. കുറച്ച് നേരത്തെ പണിയുണ്ട്, എന്നാലും അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാർ ക്ലീനിങ് വീഡിയോയും കാർ ആക്സസറീസ് ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബായ്.